ഹായ് ഓൾ, എല്ലാവർക്കും വെൽക്കം ടു സൈലം. അപ്പോൾ SSC CGL എക്സാം എടുത്തു കഴിഞ്ഞാൽ റീസണിങ്ങിൽ നോൺ വെർബൽ റീസണിങ്ങിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിലെ 2024 CGL എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. യെസ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കൗണ്ട് ചെയ്യാം, ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് പറയാം. പക്ഷേ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൽ ചില ഇമ്പോർട്ടൻറ്റ് ട്രിക്സും നമുക്കുണ്ട്. അപ്പോൾ ഈ ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയ ട്രിക്ക് നോക്കിയാലോ? റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ ട്രിക്ക് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഓക്കെ അല്ലേ? സോ ഈ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഒരു ലൈൻ, ഏതെങ്കിലും ഒരു വേർട്ടെക്സ്, സോ ഈ കാണുന്ന വേർട്ടെക്സിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട് ആണല്ലോ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ ഞാൻ ഇങ്ങനെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇതാണ് എൻ്റെ ആദ്യത്തെ പാർട്ട്, ഇതാണ് എൻ്റെ രണ്ടാമത്തെ പാർട്ട്, ആണോ അല്ലയോ? അതായത് ഈ കാണുന്ന ട്രയാങ്കിളിനെ ഞാനൊരു ലൈൻ വരച്ചിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ ഫസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ കുഞ്ഞു ട്രയാങ്കിൾ, ഇത് എൻ്റെ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ ഒരു വേർട്ടെക്സിൽ നിന്ന് ലൈൻസ് വരച്ചിട്ട് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആകെ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്നറിയോ? നമ്മളിവിടെ എത്ര പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇതാ 1, 2. അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗങ്ങളാണെങ്കിൽ നമ്മളിവിടെ 1, 2 എന്ന് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ആകെ മൊത്തം എത്ര ട്രയാങ്കിൾസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. സോ 1 + 2 3 ആണ് ഇവിടെ ആകെയുള്ള ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഇതാ ഈ കാണുന്ന ചെറിയ 1 എന്ന് മാർക്ക് ചെയ്തൊരു ട്രയാങ്കിൾ, ഈ കാണുന്ന 2 എന്ന് മാർക്ക് ചെയ്ത ട്രയാങ്കിൾ രണ്ടാമത്തെ, ആൻഡ് ഈ കാണുന്ന വലുത് മൂന്നാമത്തെ ട്രയാങ്കിൾ. മനസ്സിലായില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ ഇനി വീണ്ടും കുറേ ലൈൻസ് വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതേ ട്രയാങ്കിളിൽ ഓൾറെഡി നമുക്കൊരു ലൈൻ ഉണ്ട്, അതിന് പുറമെ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുക? യെസ്, ലൈക്ക് ദിസ് അഗെയിൻ ഒരു ലൈൻ വരച്ചിട്ട് ഇപ്പം നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഈ ട്രയാങ്കിളിനെ ഈ 2 ലൈൻസ് വരച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കും? നോക്കുക, ഇത് നമ്മുടെ ഒന്നാമത്തെ പോർഷൻ, ഇത് നമ്മുടെ രണ്ടാമത്തെ പോർഷൻ, ഇത് നമ്മുടെ മൂന്നാമത്തെ പോർഷൻ. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താ? 1 + 2 + 3. സോ ഇൻ ടോട്ടൽ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടും. വെരി സിമ്പിൾ തിങ്. സോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ട്രിക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച ചോദ്യം സോൾവ് ചെയ്താലോ? റൈറ്റ്. സോ ലെറ്റ് us get back to the question. Yes, how many triangles are there in the given figure? അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്, ഒരു ഫിഗർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പഠിച്ച ട്രിക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഫിഗർ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കും, ഏതെങ്കിലും ബേസിക് പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ആ പഠിച്ച പാറ്റേൺ അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ബേസിക് ഫിഗർ ഉണ്ടോ? ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇനി കോമ്പിനേഷൻസിൽ എന്തെങ്കിലും ഉണ്ടോ, അതിന് പുറമെ വേറെ എന്തെങ്കിലും പീസസ് അവിടെ ഉണ്ട്. സോ അത് കമ്പൈൻ ചെയ്യുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ട്രയാങ്കിൾസ് ഉണ്ടാവണം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ബേസിക് പാറ്റേൺ, ദെൻ കോമ്പിനേഷൻ. ബേസിക് പാറ്റേൺ, കോമ്പിനേഷൻ, ഇത് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ ആദ്യം തന്നെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പഠിച്ച പല രീതിയിൽ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമുക്ക് ആദ്യം ഞാൻ നോക്കിക്കാണുന്നതാണ്. ഓക്കെ ആണോ? ഇതാണ് ഞാൻ ആദ്യം കാണുന്ന ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്കറിയാം ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് ഒന്നാമത്തെ പോർഷൻ, രണ്ടാമത്തെ പോർഷൻ. സോ ഇൻ ടോട്ടൽ നമുക്കിവിടെ 3 ട്രയാങ്കിൾസ് കിട്ടി. എസ് ഓർ നോ? ഇൻ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 3 ട്രയാങ്കിൾസ് കിട്ടി. ഇനി അതിന് പുറമെ ഇവിടെ വേറെ എന്തുണ്ടെന്ന് നമുക്ക് നോക്കണം. റൈറ്റ്? യെസ്. അപ്പം നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് എന്തുണ്ട്. ഇങ്ങനൊരു സാധാരണ ട്രയാങ്കിൾ ഉണ്ട്, ആണോ? ഇങ്ങനൊരു സാധാരണ ട്രയാങ്കിൾ ഉണ്ട്, ആണോ? അല്ലേ? ആദ്യം ഒരു 3 എണ്ണം കിട്ടി, ദെൻ ഇത് 4ാമത്തെ, ഇത് 5ാമത്തെ. റൈറ്റ്. ബേസിക് പാറ്റേണിൽ നമുക്ക് 3 എണ്ണം കിട്ടി, അതിന് പുറമെ 4ാമത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, 5ാമത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ കോമ്പിനേഷൻസിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കോമ്പിനേഷൻസിന്റെ കേസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, നേരത്തെ പറഞ്ഞ ഇതും 4ാമത്തെയും ഈ പറയുന്ന ട്രയാങ്കിളും കൂടെ 1 വന്നു, അപ്പോൾ 6 ആയി. അത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ എഴുതിയതും ഈ പറയുന്ന ട്രയാങ്കിൾ കൂടെ 1 വന്നു,
7 അല്ലേ? ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേറൊരു ട്രയാങ്കിൾ ആയി. സോ ഇൻ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾസ് കാണാൻ സാധിക്കുന്നുണ്ട്? 8 ട്രയാങ്കിൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 8 ആയിരിക്കും. ഇനി ഇതേ ചോദ്യം നമുക്ക് വേറെ ബേസിക് ട്രയാങ്കിൾ വെച്ച് ചെയ്യാനും പറ്റും. നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ? റൈറ്റ്. അതായത് സെയിം ചോദ്യം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയോ? അതായത് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഇതാണ് എൻ്റെ ബേസ് ട്രയാങ്കിൾ എന്ന്. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ബേസ് വൺ ആൻഡ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബേസ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മൾ നേരത്തെ പഠിച്ച ആ ട്രിക്ക് അപ്ലൈ ചെയ്തൂടെ? ഓഫ് കോഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക 1, 2. സോ ഇൻ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടും? 3 ട്രയാങ്കിൾസ് കിട്ടി. എസ് ഓർണോ? ഇനി നമ്മൾ രണ്ടാമത്തെ പോർഷൻ നോക്കുക. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ നോക്കുക ഇതൊന്ന്, ഇത് 2. സോ ഇൻ ടോട്ടൽ നമുക്ക് ഇവിടെ നിന്ന് എത്ര കിട്ടും? 3 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ? 3 3 6 ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവരുടെ കോമ്പിനേഷൻസ് ആണ്. സോ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ബ്ലൂവും പർപ്പിളും കൂടെ ചേർന്നിട്ട് ചെറിയ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്, അതിന് പുറമെ വലിയ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ 6 + 2 8 തന്നെയാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 8. സോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും നമുക്കറിയാം മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ്. ഇനി CGL എക്സാം എടുത്താലോ ഒരു ചേഞ്ചും ഇല്ല, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ PYQ തന്നെയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം CGL എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി PYQ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു PYQ ചെയ്യും, ബട്ട് ആൻസർ ഒക്കെ കിട്ടുമായിരിക്കും, ബട്ട് അത് എങ്ങനെ വന്നു, എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്ന് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതിനായി സൈലം SSC ഒരുക്കുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് SSC CGL PYQ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. 45 ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി PYQ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലാസ് നമുക്ക് ഉണ്ടായിരിക്കാം. ജൂൺ മാസം ആരംഭിക്കുന്ന ഈ ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക, സ്കോർ ബൂസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് കോൺസെപ്റ്റ്സും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കോൺസെപ്റ്റ്സും കുറച്ച് മനസ്സിലാക്കണം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായി മറ്റൊരു ബാച്ചും നമ്മുടെ കയ്യിലുണ്ട്. യെസ്, CGL മാസ്റ്റർ ബാച്ച്. സോ ഇവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സും കിട്ടും, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സിലബസ് തന്നെയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് 25% ഓഫും ഈ ബാച്ചിന് ലഭിക്കുന്നതാണ്. സോ ഒട്ടും തന്നെ ഇനി ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം.